So today we are going to discuss about regression. Regression എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു unsupervised a supervised learning technique ആണ്. Supervised learning technique എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം. We have the input x as well as y. Input x ഉം y ഉം അവിടെ ഉണ്ടാവും. We need to find the relation between x and y. Okay, ഈ x ൽ നിന്നും y ലേക്കുള്ള relation എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. And what is the difference of regression from classification എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ y എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഏത് വാല്യൂ വേണമെങ്കിലും ആവാം. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഏത് വാല്യൂ വേണമെങ്കിലും ആവാം. ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ അല്ല. എനി കണ്ടിന്യൂസ് വാല്യൂ ക്യാൻ ഹാവ് ഫോർ ദിസ് y. ഓക്കെ, അപ്പോൾ ഹൗ വി ക്യാൻ റിലേറ്റ് ദിസ് എക്സ് ടു വൈ എന്ന് കണ്ടുപിടിക്കുന്നതാണ് ശരിക്കും റിഗ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, so for classification the output is nominal. In the case of regression the output is continuous. Okay, അതുകൊണ്ട് തന്നെ നമ്മൾ ആക്ച്വലി ഒരു നമ്മളൊരു ഫംഗ്ഷൻ അപ്രോക്സിമേഷൻ തന്നെയായിരിക്കും ശരിക്കും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഫംഗ്ഷൻ അപ്രോക്സിമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ x1 x2 എക്സെട്ര അപ് ടു xn വരെയുള്ള ഫീച്ചേഴ്സ് ആവാം. and the target is y. So ultimately we are trying to find a function f which maps x1 x2 etc up to xn to y. അതുകൊണ്ടാണ് ഇതിനെ നമ്മളൊരു ഫംഗ്ഷൻ അപ്രോക്സിമേഷൻ എന്ന് പറയാ. And there are different models exist in regression, and one of the simplest model is linear regression. That is, we are trying to find a linear relationship between the x and y. X is the feature and y is the target. Okay, അപ്പൊ അതിന് ഈ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ we have only one feature. നമുക്ക് ഒരു ഫീച്ചറേ കാണുള്ളൂ എക്സ് ആയിട്ട്, ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദിസ് ദർ ഇസ് ഓൺലി y. അതിനെയാണ് നമ്മൾ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ. ആ സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇത്രയേ ഉള്ളൂ, വി ഹാവ് ഓൺലി വൺ ഫീച്ചർ. ഓക്കെ, ആൻഡ് ലീനിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വി ആർ ട്രൈങ് ടു ഫൈൻഡ് എ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദിസ് എക്സ് ആൻഡ് y. Okay, so applying regression on a data set or a simple data set is actually we are trying to find out a line which better approximate the relationship between x and y. Okay, അപ്പോൾ ഈ ഫീച്ചർ എന്നുള്ള മാത്തമാറ്റിക്സിൽ നമുക്ക് എക്സ് എന്നുള്ളതിനെ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നും ആൻഡ് വൈ എന്നുള്ളതിനെ ഒരു ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്നാണ് പറയും. ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഓക്കെ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ, dependent variable. Okay, so if you are plotting these independent variable and not variables, only one x is there, independent variable and dependent variable in a two-dimensional plane, these data objects will be plotted like this. These objects are actually scattered like this. Okay, now we have to find a function, a linear function that approximates this distribution. ഈ ഡാറ്റയുടെ ഡിസ്ട്രിബ്യൂഷനെ അപ്രോക്സിമേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലൈനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നോക്കിയേ, ഈ ഒരു സ്ലൈഡിൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ആ ലൈൻ വരുന്നത്. കണ്ട, സോ ഇങ്ങനെ ഈ ലൈൻ അല്ലാണ്ട് നമുക്ക് വേറെ മൾട്ടിപ്പിൾ ലൈൻസ് ഇതിനകത്ത് എക്സിസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു ലൈൻ വരാം. ഓക്കെ, ഇങ്ങനെ ഒരു ലൈൻ വരാം. പല രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഡിസ്ട്രിബ്യൂഷന്റെ റെപ്രസെന്റ് ചെയ്യുന്ന ലൈൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നത് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ലൈൻ എന്നുള്ളതാണ്. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ആണ്. അപ്പൊ എന്തായിരിക്കും ഈ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ
എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ this is actually the fitted line. നമ്മൾ റിഗ്രഷന് ശേഷം ഫിറ്റ് ചെയ്യുന്ന ഇതാണ് ലൈൻ എങ്കിൽ okay, for this particular x the actual value of the y is this. പക്ഷേ ഈ ലൈൻ ഫിറ്റ് ചെയ്തതിനു ശേഷം ഈ എക്സിന്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇതായിരിക്കും. So this is x1 and this is x1 cap. So there is a difference between the actual value and the predicted value, right? So എന്ന് വെച്ചാൽ നമ്മളിവിടെ ഒറിജിനൽ ആയിട്ടുള്ള ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ഈ എക്സ് പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ ഇതായിരിക്കും. പക്ഷെ നമ്മൾ ലൈൻ ഫിറ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ റിഗ്രഷൻ ചെയ്തതിന് ശേഷം ഈ എക്സ് ഇൻപുട്ട് ആയിട്ട് കൊടുത്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ ഇതായിരിക്കും. സോ ദിസ് ഇസ് കോൾഡ് ദ എറർ. ഇതിനെയാണ് നമ്മൾ എറർ എന്ന് പറയുക. ഓക്കെ, ദാറ്റ് ഇസ് ദ ആക്ച്വൽ വാല്യൂ മൈനസ് ദ പ്രെഡിക്റ്റഡ് വാല്യൂ. ഇതിനെയാണ് നമ്മൾ എറർ എന്ന് പറയുക. ഓക്കെ, അപ്പൊ ഈ എറർ മിനിമൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ലൈൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് എടുക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ബ്ലൂ കളർ, ഈ ഒരു യെല്ലോ കളർ കണ്ടോ, ദിസ് ഇസ് ആക്ച്വലി ദ errors. Okay, these are the errors. Okay, so we have to minimize this error. Okay, അപ്പൊ ഈ ഒരു പോയിന്റ് ആണെങ്കിൽ ഇതിന് തമ്മിലുള്ള എന്താ x1 minus x1 cap. This is the error at this point. ഇവിടുത്തെ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x2 minus x2 cap. Okay, ഇവിടുത്തെ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x3 minus x3 cap. Similarly, if we have n observation, the error will be xn minus xn cap. Okay, fine. അപ്പോ ഈ എറേഴ്സ് മിനിമൈസ് ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് തമ്മിൽ കൂട്ടിയാലാണ് നമുക്ക് ഇതിന്റെ ടോട്ടൽ എന്ന് വരുന്നത് അല്ലെ. പക്ഷെ അവിടെ നിന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ പോസിറ്റീവ് എറേഴ്സും നെഗറ്റീവ് എറേഴ്സും വരാമല്ലോ. ഓക്കെ, പോസിറ്റീവ് എറേഴ്സും വരാം, നെഗറ്റീവ് എറേഴ്സും വരാം. അപ്പൊ ഇപ്പൊ ഒരു കേസിൽ ഒരു പോയിന്റ് എന്നുള്ള ലൈനിൽ നിന്നുള്ള എറർ +5ഉം ഇത് -5 ആണെങ്കിൽ ആക്ച്വലി ഇത് ടോട്ടൽ എറർ പക്ഷെ നമ്മളിത് കൂട്ടുമ്പോ എന്താ പറ്റും, രണ്ടും കൂടെ മാറി 0 എറർ എന്നായി പോകും അല്ലെ. അപ്പൊ നമുക്ക് ആസ് സച്ച് ഇതിന്റെ ഈ ഡിഫറൻസിനെ എടുക്കാൻ പറ്റില്ല. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, ഈ ഡിഫറൻസിനെ ഒന്ന് സ്ക്വയർ ചെയ്യും. അപ്പൊ ആ നെഗറ്റീവ് പാർട്ട് അങ്ങ് പോകും. ഓക്കെ, ഡിഫറൻസിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നെഗറ്റീവ് പാർട്ട് പോയി, ദെൻ ഇതിനെ ആഡ് ചെയ്യും. അപ്പൊ ഇപ്പൊ പോസിറ്റീവ് വാല്യൂസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ ജനറലി റെപ്രസെന്റ് ചെയ്ത സിഗ്മ xi minus xi cap whole square, xi minus xi cap whole square the root. This is actually the error. ഈ എറർ മിനിമൈസ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ, ഈ ലൈൻ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, ഐ തിങ്ക് അത്രയും പാർട്ട് ക്ലിയർ ആണെന്ന് തോന്നുന്നു. ക്ലിയർ അല്ലേ, മനസ്സിലായോ അത്? അതെ അതെ. സോ ഈ ലൈൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എന്താണ്? വാട്ട് യു മീൻ ബൈ ഫിറ്റിംഗ് എ ലൈൻ? ഒരു ലൈൻ നമുക്കറിയാം, ഒരു പ്ലെയിൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ പ്ലെയിനിന്റെ ഒരു ലൈൻ എന്ന് പറയുന്നത് ലീനിയർ ഇക്വേഷൻ എന്താണ് ശരിക്കും? ax plus by equal to c എന്നുള്ളതാണ്. ഇനി ഒന്നും കൂടി ഒന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ we will get a equation like y is equal to mx plus c. Y is equal to mx plus c, where m is the slope and c is the y-intercept എന്ന് പറയും. ഓക്കെ, അപ്പൊ എന്താണ് ഈ സിഗ്നിഫിക്കൻസ്? എന്താണ് ഈ എമ്മിന്റെയും സിയുടെയും സിഗ്നിഫിക്കൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എം വേരി ചെയ്യുന്നതിനനുസരിച്ചാണ് ലൈനിന്റെ ഇൻക്ലിനേഷൻ ചേഞ്ച് വരുന്നത്. ഓക്കെ, ഈ എം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇൻക്ലിനേഷൻ ചേഞ്ച് വരും. ദെൻ ഈ വൈ സി ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചാണ് ഈ വൈക്ക് മുകളിലോട്ടും താഴോട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ട്രാവൽ ചെയ്യാൻ പറ്റുക. മുകളിലോട്ടും താഴോട്ടും ട്രാവൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂവ്മെന്റ് നേച്ചർ കിട്ടുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും?
ഈ സി എ ബേസിക് ആയിരിക്കും. സപ്പോസ് ഈ സി ആബ്സെന്റ് ആണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പോഴും ഈ ലൈൻ സെന്ററിൽ കൂടെ തന്നെ കടന്നുപോയേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷൻ അപ്രോക്സിമേറ്റ് ഇവരുടെ ലൈൻ വേണം. അങ്ങനെ ലൈൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റത്തില്ല. സോ fitting a line or applying a simple linear regression is actually we are trying to find the value of m as well as c. ഈ എമ്മിന്റെയും സിയുടെയും വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉള്ളിലുള്ള മാത്തമാറ്റിക്സ്. ഓക്കെ, വിത്ത് എ ഗിവൻ സെറ്റ് ഓഫ് എക്സ് ആൻഡ് വൈസ്. ഈ ഗിവൻ സെറ്റ് ഓഫ് എക്സ് ആൻഡ് വൈസ് കൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? ഈ പറയുന്ന എമ്മും സിയും. അപ്പൊ ഈ ഇക്വേഷനിൽ പറയുകയാണെങ്കിൽ ബീറ്റ സീറോയും ബീറ്റ വണ്ണും കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഞാൻ നേരത്തെ പറയുന്നു. അപ്പൊ നമുക്ക് പറഞ്ഞ പോലെ വി ആർ ട്രൈങ് ടു ഫൈൻഡ് എ ലൈൻ അല്ലെ. y is equal to m x plus c കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഒബ്സർവേഷൻസ് എങ്ങനെയാ? ഒരു എക്സ് ഐ ഉണ്ടാവും, ഒരു വൈ ഐ ഉണ്ടാവും. ഓക്കെ, സോ ഇങ്ങനെ ഒരു ലൈൻ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ പ്രെഡിക്റ്റ് ഒരു ഗിവൻ എക്സ് ഐക്ക് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? വൈ ഐ ക്യാപ് ഇസ് ഈക്വൽ ടു എം എക്സ് ഐ പ്ലസ് സി, അതാണ് വൈ ഐ ക്യാപ്. ഓക്കെ, സോ വാട്ട് ഈസ് ആക്ച്വലി ദ xi yi minus yi cap എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഈക്വൽ ടു yi minus mxi minus c. ഇതിന്റെ ഈ എററിനെ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് വരും. ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് വരുമ്പോൾ ഫൈൻഡിങ് ദ വാല്യൂ ഓഫ് എം ആൻഡ് സി എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുക. അതായത് ഇവിടുത്തെ ബീറ്റ സീറോയും ബീറ്റ വണ്ണും, എം ആണ് ബീറ്റ വൺ, ഇവിടുത്തെ സി ആണ് ബീറ്റ സീറോ. ബീറ്റ വൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ബൈ n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. And after finding beta 1, we can find beta 0 as sigma y minus beta 1 sigma x by n. Okay, അത് ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ. നമുക്കൊരു എക്സ് തന്നിട്ടുണ്ട്, വൈ തന്നിട്ടുണ്ട്. 2 3 5 7 7 8 9 10 ഇങ്ങനെയാണെങ്കിൽ ഓക്കെ, നമ്മൾ ആദ്യം ഈ റിഗ്രഷൻ ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് സിഗ്മ എക്സ് കണ്ടുപിടിക്കുക, സിഗ്മ വൈ കണ്ടുപിടിക്കുക. നമ്മൾ പഠിക്കുന്ന സമയത്ത് സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. പിന്നെ എക്സ് സ്ക്വയർ കണ്ടുപിടിക്കുക, അതുപോലെ എക്സ് വൈ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് സിഗ്മ എക്സ് സ്ക്വയർ കിട്ടും, സിഗ്മ എക്സ് വൈ കിട്ടും. ഇതെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് n is equal to ഇവിടെ 4. ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. 4 ഇൻറ്റു സിഗ്മ എക്സ് വൈ ഇവിടെ കിട്ടുന്ന വാല്യൂ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ബൈ n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. ഇത്രയും രീതിയിൽ കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പം ഇത് നമുക്ക് ഒഴിവാക്കാം. if you are doing some package, if you are using some packages, SQL പോലുള്ള പാക്കേജസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ കമ്പ്യൂട്ടേഷൻ ഒക്കെ കുറവായിട്ട് on giving the input x and y നമ്മളുടെ പാക്കേജിനകത്ത് ഇൻപുട്ട് ആയിട്ട് പാക്കേജിൽ ഒരു ഫംഗ്ഷൻ ഇൻപുട്ട് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ they will return the value of beta 0 and beta 1. ഓക്കെ, ക്ലിയർ അല്ലേ? അതെ അതെ. സോ ഇത് കുറച്ച് സിറ്റുവേഷൻസ് ആണ്. ഒന്ന് നോക്കിയേ. ആദ്യത്തെ സിറ്റുവേഷനിൽ ഓക്കെ, ഇത് ലീനിയർലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് അല്ലെ. നമുക്കൊരു ലൈൻ ഓൾമോസ്റ്റ് നമുക്കൊരു ഫിറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതിന്റെ ഒരു കേസിൽ.
രണ്ടാമത്തെ സിറ്റുവേഷൻ നോക്കിയേ. രണ്ടാമത്തെ സിറ്റുവേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ലീനിയർ നേച്ചർ അല്ല അതിന് തന്നിരിക്കുന്നത്. ഇത് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ആക്ച്വലി ഇതിപ്പോ ഇങ്ങനെ കർവ് ഇങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ കർവിന്റെ നേച്ചർ ഇങ്ങനെയൊക്കെയാണ് വരുന്നതെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുന്നത് എൻ്റയർലി എന്തായിപ്പോ തെറ്റായിപ്പോ. ഓക്കെ, സോ ഇവിടെ നമുക്ക് ആ ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ അല്ല. ഓക്കെ, സോ വി ഹാവ് ടു ഗോ ഫോർ സം അതർ നോൺ ലീനിയർ റിഗ്രഷൻ ടെക്നിക്സ്. നോൺ ലീനിയർ ആയിട്ടുള്ള ഏതെങ്കിലും റിഗ്രഷൻ ടെക്നിക്സിലേക്ക് നമ്മൾ പോകണം. ഓക്കെ, അതായത് ഇൻസ്റ്റെഡ് ഓഫ് ഫിറ്റിംഗ് എ ലൈൻ വി ഹാവ് ടു ഫിറ്റ് എ കർവ്. ഒരു കർവ് ആയിരിക്കും നമ്മൾ ഫിറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ കേസിൽ നമുക്ക് ഇത് ലൈൻ അത്യാവശ്യം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ള ഒബ്സർവേഷൻസ് സാധാരണ നമ്മൾ പറയുന്നത് ഔട്ട്ലയേഴ്സ് എന്നാണ്. ഓക്കെ, സോ ഈ കേസിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ലൈൻ ഫിറ്റ് ചെയ്ത് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ. ഓക്കെ, അപ്പൊ വേറെ ഏതെങ്കിലും ടെക്നിക്സ് ഒക്കെ നമുക്ക് ഉപയോഗിച്ചിട്ട് വേണം റിഗ്രഷൻ അപ്ലൈ ചെയ്യാൻ. ഓക്കെ, അപ്പൊ ലീനിയർ റിഗ്രഷൻ നമുക്ക് എപ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഈ ഡേറ്റയുടെ ഈ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അപ്പൊ ലീനിയർ മാനറിൽ ആണെങ്കിലാണ് നമ്മൾ ലീനിയർ റിഗ്രഷൻ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, so in some other cases we may have more than one x value അല്ലെ. നമ്മളിപ്പോ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഒരു എക്സ് വാല്യൂ അല്ല, ഒരു എക്സ് വാല്യൂ ഒരു വൈ വാല്യൂ, അതാണ് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇവിടുത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിവേരിയറ്റ് റിഗ്രഷൻസ് ആണ്. മൾട്ടിവേരിയറ്റ് റിഗ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ the output of y is affected by more than one x values. Okay, more than one x values ആവുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞ ഇക്വേഷനിൽ നമുക്ക് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതിനെ സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഈ കാണിച്ചിരിക്കുന്നത് സെക്കൻഡ് 2 ഫാക്ടേഴ്സ് എന്നൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ അതായത് ഇവിടെ 2 ഫാക്ടേഴ്സ് ഉണ്ട്, എക്സ് ഉണ്ട്, y ഉണ്ട്, then z is a function of x and y ആണ്. Okay, z is a function of x and y. So instead of fitting a line, we have to fit a plane. Okay, a plane itself linear ആണ്, മനസ്സിലായോ? അപ്പൊ ഇനി അടുത്ത ഡയമെൻഷനിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ സ്പേസ് ആയിരിക്കും. അങ്ങനെ nth ഡയമെൻഷനിലേക്ക് പോകുമ്പോൾ we are calling it as a hyperplane. Okay, ഒരു ഹൈപ്പർപ്ലെയിൻ അപ്രോക്സിമേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ശരിക്കും ഈ മൾട്ടിവേരിയറ്റ് റിഗ്രഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ലീനിയർ റിഗ്രഷൻ അത് ലൈൻ ആണ്. മൾട്ടിവേരിയറ്റ് റിഗ്രഷൻ ആകുമ്പോൾ അതൊരു ഹൈപ്പർ പ്ലെയിൻ എന്ന് നമ്മൾ പറയും. ബട്ട് ദർ ആർ ലീനിയർ. ഓക്കെ, സോ ഇതുണ്ട് ഈ മൾട്ടിവേരിയറ്റിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ പറയുന്നത്. ഓക്കെ, we may have more than one factor, മനസ്സിലായോ? more than one factor to predict the final output. ഈ ഒരു CRI എന്ന് പറയുന്ന വാല്യൂ predict ചെയ്യാൻ വേണ്ടി we may have different x values. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനെ മൾട്ടിവേരിയറ്റ് റിഗ്രഷൻ എന്ന് പറയാം. അതിന്റെ ജനറൽ റെപ്രസെന്റേഷൻ നോക്കി we have x1 x2 etc up to xn to predict the value of y. അപ്പൊ ഈ പ്രോസസ് എന്ന് പറയുന്നതാണ് റിഗ്രഷൻ. ഈ പ്രോസസ്സിനെ നമ്മൾ കണ്ടുപിടിക്കുക, ഈ റിഗ്രഷനെ കണ്ടുപിടിക്കുക. എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? we have to find an equation y such that ആ ലീനിയർ ഇക്വേഷന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. ശരി, നേരത്തെ നമുക്ക് ഇത്ര ഉണ്ടായിരുന്നു, b0 plus β1 x ഉണ്ടായിരുന്നുള്ളൂ. more than one factor വരുമ്പോൾ എന്താ പറയുക? b0 plus β1x plus β2x plus β3x plus etc up to ഒരു എറർ ഫാക്ടർ ആണ് ഈ എപ്സിലോൺ എന്ന് പറയുന്നത്. അതും കൂടെ ചേർത്തിട്ട് ഒരു ലീനിയർ ഇക്വേഷൻ കണ്ടുപിടിക്കുക. അപ്പൊ ഇത് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ഓർഡിനറി ലീസ്റ്റ് സ്ക്വയേഴ്സ് എന്താ പറയാ, ഓർഡിനറി ലീസ്റ്റ് സ്ക്വയേഴ്സ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് ഇവിടെ നേരത്തെ നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്തായിരുന്നു? β1 β0 ആയിരുന്നു. ഇവിടെ നമുക്ക് β0 β1 β2 β3 etc up to βn-1 വരെ കണ്ടുപിടിക്കണം. ആൻഡ് വി ഹാവ് ദ ഇൻപുട്ട് x ആൻഡ് y. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ എന്ത് പറയും? ഇതിനെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ പോർഷൻ എല്ലാം കൂടെ ചേർത്തിട്ട് x എന്നും ഇതായിരിക്കും നമ്മുടെ y എന്നും പറയും. സോ വി കൻ കൺസിഡർ ഇറ്റ് ആസ് എ മെട്രിക്സ്, റൈറ്റ്? ഒരു x മെട്രിക്സും ഉണ്ടാവും, കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു y മെട്രിക്സും ഉണ്ടാവും. സോ വി ഹാവ് ദ ഇൻപുട്ട് x and y. We need to find
ബീറ്റ 0, ബീറ്റ 1, ബീറ്റ 2, ബീറ്റ 3. അപ്പൊ അതിന്റെ കളക്ഷനെയാണ് ഈ ബീറ്റ ക്യാപ്പ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുക. ബീറ്റ ക്യാപ്പ് ഇസ് ഈക്വൽ ടു ബീറ്റ 0, ബീറ്റ 1, ബീറ്റ 2, എക്സെട്ര അപ് ടു ബീറ്റ n മൈനസ് 1 വരെയാണ് ഈ ബീറ്റ ക്യാപ്പ്. അപ്പൊ ബീറ്റ ക്യാപ്പ് ഇസ് ഈക്വൽ ടു എക്സ് ട്രാൻസ്പോസ് എക്സ് ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ട്രാൻസ്പോസ് ഇൻറ്റു വൈ. ഇതാണ് നമ്മൾ മൾട്ടിവേരിയറ്റ് റിഗ്രഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ബീറ്റയുടെ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻ. ഓക്കെ, ഇതൊക്കെ നമ്മളുടെ ആ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രമാണ്. നമ്മൾ ഇതൊന്നും വെച്ചിട്ടല്ല റിഗ്രഷൻ ടെക്നിക്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പാക്കേജസ് ഉണ്ട്, ആ പാക്കേജസിനകത്ത് ഇതൊരു ബ്ലാക്ക് ബോക്സ് പോലെ ആക്ട് ചെയ്തോളും. ബട്ട് വാട്ട് ഈസ് ദ മാജിക് ബിഹൈൻഡ് ദ റിഗ്രഷൻ എന്നുള്ളത് പറയാനാണ് ഇത്രയും തിയറി പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടോ? യെസ്. എന്താണ് റിഗ്രഷനിൽ സംഭവിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും റെസ്പോൺസിബിൾ. അല്ല, അതൊന്നും ക്ലിയർ ചെയ്ത് പോകുന്നതാണ് നല്ലത്. എന്താണ് ഡൗട്ട് വന്നതെന്ന് പറഞ്ഞാൽ. അല്ല, ഈ ആക്ച്വലി എററൊക്കെ കണ്ടുപിടിക്കുന്നത് ശരിക്കും അതിന്റെ ഇതറിയാൻ വേണ്ടിയിട്ടാണോ? അതായത് ഇപ്പൊ ലീനിയർ ആണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എററാണോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ലൈൻ അപ്രോക്സിമേറ്റീവ് അല്ലേ ചെയ്യുന്നത്. അപ്പൊ ഈ ലൈൻ അപ്രോക്സിമേറ്റ് ചെയ്യുന്നത് തന്നെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഫ്യൂച്ചറിൽ ഈ ലൈൻ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുന്ന വെച്ചോ, ഫ്യൂച്ചറിൽ ഒരു പുതിയ എക്സ് വരുമ്പോ ആ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ എന്താണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ ലൈനിലോട്ട് ഇതിനെ പ്രൊജക്ട് ചെയ്തിട്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് കണ്ടുപിടിച്ചാൽ മതി? വൈ കണ്ടുപിടിച്ചാൽ മതി. അതാണ് ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ വൈയെ കണ്ടുപിടിക്കുക. അപ്പം ഈ എറർ കുറയുന്ന, ഇപ്പൊ ഈ ലൈൻ ഇങ്ങനെ വരച്ചിരുന്നെങ്കിൽ നമ്മുടെ ആക്ച്വൽ ഒരു ഫ്ലോയ്ക്ക് കറസ്പോണ്ടിങ് ആയിരിക്കത്തില്ല. ആക്ച്വൽ ഡിസ്ട്രിബ്യൂഷൻ ശരിക്കും ഇങ്ങനെയല്ലേ പോകുന്നത്, നമ്മൾ ഇന്റർപോളേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയല്ലേ പോകുന്നത്. അപ്പൊ ആ എൻറ്റയർ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു സ്വഭാവം നമുക്ക് ജനറൽ ആയിട്ട് ഈ ലൈനിലൂടെ കിട്ടണമെങ്കിൽ ഈ പറയുന്ന എറർ എന്തായിരിക്കണം? കുറവായിരിക്കണം. ഈ വാല്യൂസ് മിനിമൈസ് ചെയ്തിട്ട് ഈ എറേഴ്സ് കുറവായി വരുമ്പോൾ ഇതെല്ലാത്തിനും നമ്മൾ പണ്ട് ഫിസിക്സിലൊക്കെ എക്സ്പെരിമെന്റ്സ് ചെയ്തിട്ട് ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെ കുറെ വാല്യൂസ് പ്ലോട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിനെല്ലാം കൂടി ഇങ്ങനെ കുത്തിച്ചൊരു ലൈൻ വരയ്ക്കാനായിട്ട് നോക്കും. പണ്ട് ഈ സിമ്പിൾ പെൻഡുലത്തിന്റെ ഒക്കെ എക്സ്പെരിമെന്റ് ചെയ്തിട്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണേ? ഇതിന്റെ ഈ ഒരു ആക്ച്വൽ ഒബ്സർവേഷൻസിന്റെ ഒരു ജനറൽ നേച്ചർ ഉണ്ടാക്കിയെടുക്കാനാണ് ഈ ലൈൻ വരയ്ക്കുന്നത്. മനസ്സിലായി? അപ്പൊ നമ്മൾ ഈ മുട്ടിച്ച് വരയ്ക്കാൻ ശ്രമിക്കുന്നത് എന്തുവാ? ഈ ലൈനും ഈ നമ്മുടെ ഒബ്സർവേഷനും തമ്മിലുള്ള ഡിഫറൻസ് കുറയ്ക്കണം, മാക്സിമം അടുത്തിരിക്കണം എന്നുള്ളതല്ലേ നമ്മുടെ ഒബ്ജക്റ്റീവ്. ആ ഒബ്ജക്റ്റീവ് തന്നെയാണ് ഈ എറർ കുറയ്ക്കുക ഉദ്ദേശിക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഇങ്ങനെ അല്ലാത്ത ഗ്രാഫുകളില്ലേ, ഇപ്പൊ ലീനിയർ അതുണ്ട്. അപ്പൊ നമ്മൾ ലൈൻ അവിടെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ലീനിയർ റിഗ്രഷൻ അല്ലേ നമ്മൾ ഉദ്ദേശിച്ചത്. ആ ലീനിയർ റിഗ്രഷൻ വരെ ഇപ്പൊ നമുക്ക് ഒരു പർട്ടിക്കുലർ ഒബ്സർവേഷൻ, ഇപ്പൊ കോവിഡിന്റെ ഓരോ ദിവസവും ആ ദിവസത്തിൽ വരുന്ന കേസസിന്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു റിലേഷൻ ആണല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോണൻഷ്യൽ ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവിടെ നമുക്ക് ഈ ലീനിയർ റിഗ്രഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ആ സമയത്ത് നമ്മൾ വേറെ പോളിനോമിയൽ റിഗ്രഷൻസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക. മനസ്സിലായോ? പോളിനോമിയൽ റിഗ്രഷൻ എന്ന് പറയുമ്പോൾ ഇക്വേഷൻ മാറും. ഇക്വേഷൻ y is equal to mx plus c എന്നുള്ള ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഇത് നമ്മൾ എങ്ങനെ അറിയുന്നത്? അതായത് ഈ റിലേഷൻഷിപ്പ് പറ്റില്ല അല്ലെങ്കിൽ അതിനാണ് നമ്മൾ പ്ലോട്ട് ചെയ്ത് നോക്കുന്നത്. നമ്മളുടെ ഡാറ്റ നമ്മുടെ കയ്യിൽ കിട്ടി കഴിയുമ്പോൾ നമ്മൾ പയ്യെ പ്ലോട്ട് ചെയ്ത് നോക്കും. പ്ലോട്ട് ചെയ്ത് നോക്കി തന്നെ കണ്ടുപിടിക്കുന്നത് അല്ലേ? അതെ, പ്ലോട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നമുക്ക് മെഷേഴ്സ് ഉണ്ട്, എറേഴ്സ് കാണാൻ പറ്റും. നമ്മൾ ഇത് പ്ലോട്ട് ചെയ്ത് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഇതിന്റെ ഇവാലുവേഷൻ മെട്രിക്സ് എടുക്കും. എത്രത്തോളം എറർ അക്യുറസി ഉണ്ടെന്നുള്ളത്. അപ്പൊ അക്യുറസി നോക്കുമ്പോൾ അക്യുറസി ഒരുപാട് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ എന്താ,
ലീനിയർ റിലേഷൻഷിപ്പ് നമ്മൾ ലീനിയർ അല്ല, ഉദ്ദേശിച്ചത് നമ്മൾ ഫിറ്റ് ചെയ്തത് തെറ്റാണ് എന്നുള്ളത്. മനസ്സിലായി. ഇംപ്ലിമെന്റേഷൻ ലെവലിൽ നമുക്ക് അതൊരു ബ്ലാക്ക് ബോക്സ് ആ ശരിക്കും. ഓക്കെ, നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ ബോധർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഈ ആക്യുറസി ശൈലു, ഈ ആക്യുറസി നമ്മൾ പ്ലോട്ട് ചെയ്ത് നോക്കിയല്ലേ കണ്ടുപിടിക്കുന്നത്? അല്ല, ആക്യുറസി നമുക്ക് ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആക്യുറസി കിട്ടും. ഓക്കെ ഓക്കെ. എന്നിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം ലീനിയർ അതെ എന്നിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം ലീനിയർ വേണോ നോൺ ലീനിയർ വേണോ. ആക്ച്വലി ഒരുവിധം എല്ലാ കേസസും ഈ നോൺ ലീനിയർ ആയിരിക്കത്തില്ല, പക്ഷെ നമ്മുടെ ഡേറ്റ എല്ലാം ഒരു ലീനിയർ നേച്ചർ ഇല്ലാത്തതല്ലേ? അങ്ങനെ പറയാൻ പറ്റത്തില്ല, പല സിറ്റുവേഷനിൽ പലത് തന്നെയാണ്. ഓക്കെ ഓക്കെ. വേറെ ആർക്കെങ്കിലും ക്ലിയർ ആവാനുണ്ടോ എന്തെങ്കിലും? ശൈലു, ബാക്കി സ്ലൈഡും കൂടെ ഒന്നുകൂടെ പറയാവടാ. ഏതായത് ഇതോ? ബാക്കി സ്ലൈഡ്സും കൂടെ നീ കാൽക്കുലേഷൻ പറഞ്ഞത് ജസ്റ്റ് വല്ലതും. പറയാം. ഇതായിരുന്നു ശിവ ഉദ്ദേശിച്ചത്. ഇവിടെ നമ്മൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന കുറെ എക്സ് ഒബ്സർവേഷൻസും നമുക്ക് നമ്മളുടെ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ് വൈ കുറച്ച് ഒബ്സർവേഷൻസ് ആയിരിക്കും. ഓക്കെ, അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചേച്ചിക്ക് 20 ഇയേഴ്സിന് 10,000 ആയിരുന്നു സാലറി, 21 ആയപ്പോഴത്തേക്ക് 15,000 ആയി, 22 ആയപ്പോഴത്തേക്ക് അത് 70,000 ആയി, 23 ആയപ്പോ അത് 25,000 ആയി. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് നമ്മളോട് ചോദിക്കുകയാണ് 30 ഇയറിൽ എനിക്ക് എത്രയായിരിക്കും സാലറി. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, ഇതാണ് നമ്മുടെ റിഗ്രഷന്റെ സിറ്റുവേഷൻ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? എക്സിന് ഏജ്, വൈയില് സാലറി വെച്ച് നോക്കുമ്പോൾ 20-ല് ഇതാണ് 10,000 എന്ന് വിചാരിക്കും. ഇതായിരിക്കും നമ്മളുടെ ഒബ്സർവേഷൻ. 21-ല് 15,000, 22-ല് again 70, 23-ല് again 25. ഓക്കെ, അപ്പൊ 30-ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു വാല്യൂ വൈയിൽ കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ വി ഷുഡ് അപ്രോക്സിമേറ്റ് ദിസ് പോയിന്റ്സ് അല്ലെ. ആ അപ്രോക്സിമേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലൈൻ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, അങ്ങനെ ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ 30-ല് ഈ ലൈനിലോട്ട് ഈ 30-യെ പ്രൊജക്ട് ചെയ്താൽ നമുക്ക് എത്ര വാല്യൂ കിട്ടും നോക്കിക്കഴിഞ്ഞാൽ 30 ഇയേഴ്സ് നമുക്ക് എന്തുണ്ടാവും, എത്ര സാലറി ഉണ്ടാവും നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്തെടുക്കാം, പ്രെഡിക്ട് ചെയ്തെടുക്കാം. അപ്പൊ അൾട്ടിമേറ്റ്ലി നമ്മളുടെ ലക്ഷ്യം എന്താണ്? വിത്ത് ദിസ് എക്സ് ആൻഡ് വൈ വി നീഡ് ടു ഫൈൻഡ് ദി ലൈൻ. ഓക്കെ, അപ്പൊ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ഒരു ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഫാക്ടർ y = mx + c ആണല്ലോ. അപ്പൊ ഈ ലൈൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് m ആൻഡ് c. ഒരു പർട്ടിക്കുലർ ലൈനെ കണ്ടുപിടിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് എമ്മിന്റെ വാല്യൂവും സിയുടെ വാല്യൂവും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് ഈ ഇക്വേഷന്റെ റെപ്രസെന്റേഷൻ വെച്ചിട്ടാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കുക? β1-ഉം β0-യും കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ ആ β0 β1 കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എക്സ് ആൻഡ് വൈസ് ഉണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? σxy - σx × σy all divided by σx² - σx² എന്നുള്ള രീതിയിൽ കണ്ടുപിടിക്കാം. അത് ഈ എക്സുകളുടെ സമ്മാണ് σx, വൈസിന്റെ സമ്മാണ് σy, 3σy. ദെൻ ഈ കിട്ടുന്ന വാല്യൂവിനെ x² ചെയ്യുക. അപ്പൊ എത്ര? 20² 400. അങ്ങനെ സ്ക്വയർ ചെയ്ത് കിട്ടുന്ന സമ്മാണ് σx².
അതുപോലെ എക്സും വൈയും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് ഇവിടെ നമുക്ക് എക്സും വൈ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ആ എക്സും വൈയുടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20 into 10,000 2 lakh വരും. ഓക്കെ, അതിന്റെ എല്ലാം കൂടെ സമ്മാനം സിഗ്മ എക്സ് വൈ. പിന്നെ ഇവിടെ നമുക്ക് എത്ര ഒബ്സർവേഷൻ ഉണ്ട്? 4 ഒബ്സർവേഷൻ അല്ലേ ഉള്ളത്, 1 2 3 4. അതാണ് n. അപ്പൊ അത് അത്രയും വെച്ചിട്ട് നമുക്ക് β1 കണ്ടുപിടിക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാല് 4 into ഈ സമ്മ് മൈനസ് ഈ സമ്മിന്റെ പ്രോഡക്റ്റ്, അങ്ങനെ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ β1 വെച്ചിട്ട് β0 കണ്ടുപിടിക്കാം. നമുക്ക് we are actually finding the values of β0 and β1. അതെല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് ഒരു ലൈൻ കിട്ടി. ശരിക്കും ഈ പറയുന്ന രണ്ട് വാല്യൂസിനെ അപ്രോക്സിമേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലൈൻ കിട്ടി. ഇപ്പൊ എനിക്ക് കിട്ടുന്ന β0 ഒരു 0.5 β1ന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 0.3 ആണെങ്കിൽ we are actually getting the equation of the line as y is equal to 0.5 plus 0.3 x എന്നുള്ള ലൈൻ കിട്ടിയിരിക്കും. ഇനി പുതിയൊരു എക്സ് വരുമ്പോ പുതിയ എക്സിന്റെ വാല്യൂ, ഇപ്പൊ ഞാൻ 30ാമത്തെ വയസ്സാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 30 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.5 plus 0.3 into 30 ചെയ്ത് കഴിയുമ്പോൾ ഒരു വൈ വാല്യൂ കിട്ടത്തില്ലേ? ആ വൈ വാല്യൂ ആയിരിക്കും നമ്മളുടെ ആക്ച്വൽ പ്രെഡിക്റ്റഡ് വൈ. ക്ലിയർ ആയ? അപ്പൊ നമ്മൾ മാക്സിമം ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രെഡിക്ഷൻ കറക്റ്റ് ആവാനാണല്ലോ. അപ്പൊ വരുമ്പോ നമ്മൾ പ്രെഡിക്ട് ചെയ്യുന്ന വാല്യൂ ഇവിടെ തന്നെ നമുക്ക് ഇതേ ഇക്വേഷനിൽ 20 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടത്തില്ലേ? ഈ 20 ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്നത് ഇതായിരിക്കത്തില്ല, വേറൊരു വാല്യൂ ആയിരിക്കും. അപ്പൊ ആ കിട്ടുന്ന വാല്യൂ ഈ ആക്ച്വൽ 10,000 തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കണം? മാക്സിമം കുറവായിരിക്കണം. അങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഈ പറയുന്ന β0 β വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. We have to find the value of β0 and β1 by minimizing the error. ആ എറർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒറിജിനൽ വാല്യൂ പ്രെഡിക്റ്റഡ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് എറർ എന്ന് പറയാം. പിന്നെ അടുത്ത സിറ്റുവേഷനിൽ ചില സിറ്റുവേഷൻസിൽ ഈ പറഞ്ഞ ലീനിയർ റിഗ്രഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ആ സമയത്ത് we have to go for some other regression techniques. പോളിനോമിയൽ റിഗ്രഷൻ ഒക്കെ, പോളിനോമിയൽ, സപ്പോർട്ട് വെക്ടർ റിഗ്രഷൻ, അങ്ങനെ വേറെ കുറെ റിഗ്രഷൻസ് ഉണ്ട്. അത് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത് തരാം. ഇത് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ കാര്യമുണ്ടോ? ഒരു കോഡിനകത്ത് 2 ലൈൻ മാറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അത് നമുക്ക് ഭയങ്കര ഒരു പ്രോഗ്രാം മൊത്തത്തിൽ ചെയ്ത് വേറെ വലിയ പ്രോഗ്രാം ആകുക അങ്ങനെയൊന്നും അല്ല. 2 ലൈൻ ഓഫ് കോഡ് മാറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരു ഫാക്ടർ ആയിരുന്നു, ഒരു എക്സും ഒരു വൈയും. പക്ഷെ നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻ എല്ലാം മൾട്ടിവേരിയേറ്റ് ആണ്. മൾട്ടിവേരിയേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ സാലറിയുടെ കേസ് തന്നെയാണെങ്കിൽ ഏജ് ഉണ്ടാവും, അതുപോലെ നമ്മളുടെ സ്കില്ലിന് ഒരു കോഷ്യന്റ് കൊണ്ടുവരാണെങ്കിൽ അത് ഉണ്ടാവും. അങ്ങനെ പല വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഈ പറയുന്ന സാലറി പ്രിഡിക്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ മൾട്ടിപ്പിൾ വേരിയബിൾസ് വരുന്ന സമയത്ത് നമുക്ക് ആ ലൈൻ എന്ന് എക്സ് മാത്രമല്ലല്ലോ, x1 ഉണ്ട്, x2 ഉണ്ട്, ഒരു y വരും നമ്മുടെ സാലറി. അപ്പൊ ആ സമയത്ത് നമുക്ക് ഈ ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ ഒരു സ്പേസിലല്ലേ വരിക. ആ സ്പേസിൽ വരുമ്പോ നമുക്ക് ഒരു ലൈൻ കൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരുമ്പോ ലൈനിന് പകരം നമുക്കൊരു പ്ലെയിൻ ആയിരിക്കും വേണ്ടി വരിക. ഓക്കെ, അത് ചിലപ്പോൾ ഒരു ആക്സിസ് കൂടെ കൂടുമ്പോഴത്തേക്ക് അത് സ്പേസ് ആവും. അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അപ്പൊ നമ്മൾ പറയുന്നത് n ഡയമെൻഷൻസ് ഉണ്ടെങ്കിൽ, n ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇസ് ആക്ച്വലി ഹൈപ്പർ പ്ലെയിൻ എന്നാ പറയുന്നത്. ജനറൽ ആയിട്ട് നമ്മൾ അതിനൊരു ഹൈപ്പർ പ്ലെയിൻ കണ്ടുപിടിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ n ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി നമ്മുടെ ഇക്വേഷൻ എന്താവും? y is equal to β0 plus β1 x1 plus β2 x2 plus etc up to
ബീറ്റ എൻ എക്സ് എൻ. ഇങ്ങനെ ഒരു ലീനിയർ ഇക്വേഷൻ ആയിരിക്കും വരിക. അപ്പൊ നേരത്തെ β0 β1 കണ്ടുപിടിച്ച പോലെ ഇവിടെ β0 β1 β2 എക്സെട്ര അപ് ടു βn വരെ നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ നേരത്തെ ഈ പറഞ്ഞ ഇക്വേഷൻ നമുക്ക് പറ്റത്തില്ല. ഇവിടെ നമുക്ക് രണ്ടെണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലേ ഉള്ളൂ. അതിന് പകരം വി ഹാവ് ടു റിലൈ അപ്പോൺ ദിസ് ഇക്വേഷൻ. ഇതൊരു മെട്രിക്സ് ഇക്വേഷനാണ്. ആ മെട്രിക്സ് ഇക്വേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ലീനിയർ മെട്രിക്സ് കിട്ടും, ഒരു കോളം മെട്രിക്സ്. അതായത് ഫസ്റ്റ് വാല്യൂ β0 ആയിരിക്കും, സെക്കൻഡ് വാല്യൂ β1 ആയിരിക്കും, തേർഡ് വാല്യൂ β2 ആയിരിക്കും, അങ്ങനെ βn വരെ കിട്ടും. അപ്പൊ പക്ഷെ ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മളെല്ലാം ഒരു ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ അവസാനം നമുക്ക് എന്ത് കിട്ടും, ആ ലൈൻ ഇക്വേഷൻ ഹൈപ്പർപ്ലെയിൻ ഇക്വേഷൻ നമുക്ക് കിട്ടിക്കോളും. ഇതാണ് ടെക്നിക്ക്. ഇതിന്റെ ബാക്കില് എന്താണ് റിഗ്രഷന്റെ ബിഹൈൻഡ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതാണ് ചെയ്യുന്നത്, അപ്രോക്സിമേറ്റിംഗ് എ ഫംഗ്ഷൻ. എക്സ്ട്രാക്ഷൻ അങ്ങനത്തെ രീതിയിൽ കാണാൻ പറ്റുമോ ഇതിനെ? എന്തിനെ? എക്സ്ട്രാക്ഷൻ മറ്റേ പ്രോപ്പർട്ടീസ് മീൻസ് ഫീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ കാണാൻ പറ്റുമോ ഇക്വേഷനെ? അങ്ങനെ പറ്റുമോ? ഇല്ല, അങ്ങനെ പറ്റത്തില്ല. എക്സ്ട്രാക്ഷൻ അല്ലല്ലോ ശരിക്കും. വേണമെങ്കിൽ പറയാം, ഒരു ഡിസ്ട്രിബ്യൂഷന്റെ ഒരു കോമൺ നേച്ചർ കണ്ടുപിടിക്കുക എന്നുള്ളത് പറയാൻ വേണമെങ്കിൽ. പക്ഷെ അവിടെ റിഡക്ഷൻ ഒന്നും നടക്കുന്നില്ലല്ലോ, റിഡക്ഷൻ പ്രോസസ് ഒന്നും നടക്കുന്നില്ല. എക്സ്ട്രാക്ട് ചെയ്യല്ലേ ശരിക്കും ആക്ച്വലി. ഐ മീൻ നമ്മൾ മൾട്ടിപ്പിൾ ഇതുണ്ട്. ഇപ്പം അതാ ചോദിച്ചത്, ഫീച്ചേഴ്സ് പ്രീസെറ്റ് ഇൻഡെക്സ് ഇതിനൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുത്ത ഒരു സിംഗിൾ മെട്രിക്സ് ഒരു റിലേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. We are finding a relation between all these factors with the output. ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക, അത്രേ ഉള്ളൂ. ജൂപ്പിറ്റർ നോട്ട്ബുക്ക് എടുക്കാമോ? ഓക്കെ, നമുക്ക് ആദ്യം ഒരു സിന്തറ്റിക് ഡാറ്റ ഉണ്ടാക്കാം. ആ സിന്തറ്റിക് ഡാറ്റ വെച്ചിട്ട് നമുക്ക് റിഗ്രഷൻ ഉണ്ടാക്കിയതിന് ശേഷം ഒരു ആക്ച്വൽ വാല്യൂയിലേക്ക് പോകുന്ന രീതിയിലാക്കാം. സിന്തറ്റിക് ഡാറ്റ എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഒരു സെറ്റ് ഓഫ് എക്സ് വാല്യൂസും ഒരു സെറ്റ് ഓഫ് വൈ വാല്യൂസും എടുക്കാനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, എക്സ് ആരെങ്കിലും ഒന്ന് പറയാമോ കുറച്ച് എക്സ് വാല്യൂസ്? നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് എക്സ് വാല്യൂസ് അതാണ് ഉദ്ദേശിക്കുന്നത്. എക്സും വൈ. നമുക്ക് ഹൈറ്റ് എടുക്കാം. ഓരോ ഏജിൽ വരുന്നത് ഏകദേശം ഒരു ഹൈറ്റിന്റെ വാല്യൂസ് 10 വയസ്സ്, 12 വയസ്സ്, 14 വയസ്സ്, 15 വയസ്സ്, 18 വയസ്സ്, 20 വയസ്സ്. ഓക്കെ, അപ്പൊ ഇത്രയും വയസ്സുകളാണ്. 10, 11, 14, 15, 18, 20. ആ വർഷങ്ങളിലുള്ള ഒരാളുടെ ഹൈറ്റ്
ഇവിടെ ഹൈറ്റ് അറിയാമോ? എവിടെ ഈ പ്രായത്തിലെ ഞാൻ ഏകദേശം ഒക്കെ എത്തുന്നുണ്ടാവും 10 വയസ്സിലേക്ക്. അവൻ അന്നോട്ട് 153 10 വയസ്സ്. നമ്മുടെ പകുതിയിലേക്ക് ഒരു 90 എടുക്കാം, അപ്രോക്സിമേറ്റ്ലി 90 സെന്റിമീറ്റർ. 90 ആയിരിക്കും. 100 20 ഓക്കെ, ഇങ്ങനെ വിചാരിക്കാം. ക്ലിയർ അല്ലേ ഇത്? ഇത്രയും ചെയ്ത കുഴപ്പമില്ലല്ലോ. അതെ അതെ. ഇമ്പോർട്ട് നമുക്ക് ആദ്യം ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. പ്ലോട്ട് plot okay, അതിനുശേഷം പ്ലോട്ട് ചെയ്യുന്നു. സർ നമ്പയർ ഇമ്പോർട്ട് ചെയ്യണ്ടേ? അത് വേണം. ഈ ഡിസ്ട്രിബ്യൂഷൻ കണ്ടോ? ഇത് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നില്ലേ ഇതൊരു ലീനിയർ വേയിൽ നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നു. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഓക്കെ, ഇനി ഇത് ഫിറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത്ര വലിയ ഭീകരതയൊന്നുമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എസ്കേലേർഡ് എന്ന് പറയുന്ന പാക്കേജിനകത്ത് ലീനിയർ റിഗ്രഷൻ സെർച്ച് ചെയ്യാം. നമുക്കിപ്പോ എക്സും വൈ ഉണ്ടല്ലോ, ആ എക്സും വൈ ഉണ്ട്. നമുക്ക് ലീനിയർ റിഗ്രഷൻ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എസ്കേലർ ഡോട്ട് ലീനിയർ മോഡൽ ഇമ്പോർട്ട് ലീനിയർ റിഗ്രഷൻ കൊടുക്കുക. ദെൻ അതൊരു ക്ലാസ് ആണ്. ആ ക്ലാസിന്റെ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു നമ്മൾ ലീനിയർ റിഗ്രഷൻ. ക്ലാസിന്റെ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഫിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ഈ എക്സും വൈയും പാസ് ചെയ്യുമ്പോൾ, നമ്മൾ ആക്ച്വൽ എക്സും വൈയും പാസ് ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞ ആ ഇന്റേണൽ മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷൻ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ലൈനിന്റെ ഇക്വേഷൻ കിട്ടുമെന്ന് പറഞ്ഞില്ലേ, ആ ലൈനിന്റെ ഇക്വേഷൻ പോലെയാണ് ഈ പറയുന്ന REG എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ ഈ എക്സും വൈയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ
അത് എത്ര സ്കോർ ഉണ്ട്. സ്കോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ഈ പറയുന്ന എററുകൾ ഉണ്ട് എന്ന് നമുക്ക് ഈ സ്കോർ ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ അറിയാം. ഇനി അതിന്റെ കോഎഫിഷ്യന്റും ഇന്റർസെപ്റ്റും, ഓക്കെ, നമ്മൾ ആ സ്ലോപ്പും ഇന്റർസെപ്റ്റും പറഞ്ഞില്ല, അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് റെഡ് ഡോട്ട് കോഎഫിഷ്യന്റും റെഡ് ഡോട്ട് ഇന്റർസെപ്റ്റും പ്രിന്റ് ചെയ്തത്. ഒന്ന് ഇത് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ അല്ല, ജനറൽ ലീനിയർ റിഗ്രഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് മോർ ദാൻ 1 വാല്യൂ വരാം എന്നുള്ളത് കൊണ്ടാണ് ഉദ്ദേശിച്ചാണ് ഇവര് ഫംഗ്ഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ എക്സിന്റെ വാല്യൂ ഇപ്പൊ ഒറ്റ ലീനിയർ അറേ ഉള്ളൂ, അത് മാറി നമ്മള് ഇങ്ങനത്തെ കേസ് x is equal to x dot ഓക്കെ, ഇത് കണ്ടോ എന്താ ചെയ്യുന്നത് മനസ്സിലായോ? നമ്മൾ നേരത്തെ വെറുതെ ഒരൊറ്റ അറേ കിടക്കില്ലായിരുന്നോ? പക്ഷെ ആക്ച്വൽ റിഗ്രഷന്റെ കേസിൽ ഒരു എക്സ് എന്ന് പറയുന്നത് തന്നെ മേ ബി മൾട്ടിപ്പിൾ വാല്യൂസ് വരാമല്ലോ, മൾട്ടിവേരിയേറ്റ് ആവാനോ. അപ്പൊ ഈവൻ ഒരു ഫീച്ചറേ ഉണ്ടെങ്കിലും അത് ആ രീതിയിൽ റെപ്രസെന്റ് ചെയ്യണം. ഒരു എക്സ് ഒരു അറേ, അടുത്ത എക്സ് അടുത്തൊരു അറേ, അടുത്ത എക്സ് അടുത്തൊരു അറേ, അങ്ങനെ ഒരു 2 ഡയമെൻഷൻ അറേയാണ് അവർ എക്സ്പെക്ട് ചെയ്യണം. അതുകൊണ്ട് നമ്മളുടെ ഈ എക്സ് വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് റീഷേപ്പ് ചെയ്ത് ഈ ഫോമിലേക്ക് ആക്കി കൊടുക്കുന്നു. ഓക്കെ, മൾട്ടിവേരിയേറ്റ് ആകുന്ന സിറ്റുവേഷൻ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി അത് അങ്ങനെ തന്നെ ആയിരിക്കും. ഒന്നിൽ കൂടുതൽ എക്സ് വാല്യൂസ് ഉണ്ടെങ്കിൽ 10,5 അങ്ങനെ ആയിരിക്കുമല്ലോ വരുന്നത്. ഈ കേസിൽ സിംഗിൾ വേരിയേറ്റ് ആയതുകൊണ്ട് നമ്മൾ അതൊന്ന് മാറ്റി കൊടുക്കുക എന്നുള്ളത്. 98% കറക്റ്റ് ആണ്, അക്യുറേറ്റ് ആണ്. 1 ആണെങ്കിൽ 100% അക്യുറേറ്റ് ആണ്. ദെൻ നമുക്ക് കിട്ടുന്ന, നമ്മൾ കണ്ടുപിടിക്കുന്ന ലൈനിന്റെ കോഎഫിഷ്യന്റ്, ഓക്കെ, β0 β1 എന്ന് പറയുന്നത് 5.6. അതായത് അൾട്ടിമേറ്റ്ലി നമ്മൾ ഉദ്ദേശിക്കേണ്ടത് ഇവിടുത്തെ നമുക്ക് കിട്ടിയ ലൈൻ, ഇവിടെ കിട്ടിയ ലൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? π is equal to 51.87 plus 5.63 x എന്നുള്ളതായിരിക്കും നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ. ഏതാണ്? ഇത് രണ്ടും. നമുക്കിത് പ്ലോട്ട് ചെയ്ത് നോക്കാം. നമ്മളുടെ ആക്ച്വൽ എക്സ് വാല്യൂസ്, നമ്മളുടെ ആക്ച്വൽ എക്സ് വാല്യൂസിനെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്ത് നോക്കാം. പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രെഡിക്റ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ആക്ച്വൽ വാല്യൂ അല്ല, y predicted yp is equal to regression model dot predict. Okay, predict of x. നമ്മളുടെ എക്സസ് വെച്ചിട്ട് y വാല്യൂസ് പ്രെഡിക്റ്റ് ചെയ്യാം. ഇത് നമുക്ക് ഈ പ്രെഡിക്റ്റ് ചെയ്തതും നമ്മളുടെ ആക്ച്വൽ വാല്യൂവും എല്ലാം കൂടി ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇതാണ്. ഇത് ആക്ച്വൽ വാല്യൂസ്, എക്സും ആക്ച്വൽ വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യുന്നു, എക്സ് predicted value predict ചെയ്യുന്നു. ഇത് മനസ്സിലായോ എന്താ സംഭവിച്ചെന്നുള്ളത്?
ആ ബ്ലൂ കളർ ഡോട്ടുകളാണ് ആക്ച്വൽ ആയിട്ടുള്ള നമ്മുടെ ഒബ്സർവേഷൻ. ഓക്കെ, ആ ഓറഞ്ച് കളർ ഡോട്ടുകളാണ് നമ്മൾ ഫിറ്റ് ചെയ്ത റിഗ്രഷൻ വെച്ചിട്ട് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യുമ്പോൾ വരുന്ന ഔട്ട്പുട്ടുകൾ, പ്രിഡിക്റ്റഡ് വാല്യൂസ്. ഓക്കെ, അപ്പൊ നമ്മൾ അവിടുന്ന് മനസ്സിലാക്കേണ്ടത് നോക്കി, ആ ഓറഞ്ച് പ്ലോട്ടുകളെല്ലാം ഈ ഒരു ആ ബ്ലൂ ലൈനിൽ കൂടെ അല്ലേ കിടക്കുന്നത്. ആ ബ്ലൂ ലൈനാണ് ശരിക്കും നമ്മളുടെ ഈ ബ്ലൂ ഒബ്സർവേഷൻസിനെ അപ്രോക്സിമേറ്റ് ചെയ്ത്. അപ്പൊ നമുക്കിപ്പോ നമ്മളിപ്പോ ചെയ്തെടുത്ത മോഡലിനകത്ത് നമുക്ക് എത്രത്തോളം എറർ ഉണ്ട്? ഇവിടെ ഒരു ചെറിയ എറർ ഉണ്ട്, ഇത് ഏകദേശം കറക്റ്റ് ആണ്. ഇവിടെ ഒരു എറർ ഉണ്ട്, ഇത് കറക്റ്റ് ആണ്. ഇവിടെ ഒരു എറർ വരുന്നുണ്ട്, ഇവിടെ ഒരു എറർ വരുന്നുണ്ട്. ക്ലിയർ ആയോ? അപ്പൊ ഇത് വെച്ചിട്ട് ഇപ്പൊ നമുക്ക് 20 ഇയേഴ്സിന്റെ വരെയുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇനിയിപ്പോ നമുക്ക് എന്തറിയാം, നമുക്ക് 25ാമത്തെ വയസ്സിൽ നമുക്ക് എത്ര ഹൈറ്റ് ഉണ്ടായിരിക്കും എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? റെഡ് ഡോട്ട് predict നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്താ? 25 ആണ്. 25ന് എത്ര നമുക്ക് 192 ഹൈറ്റ് ഉണ്ടാവുന്നതാണ് അവർ പ്രിഡിക്റ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മളുടെ ഏജിന്റെ റിലേഷൻഷിപ്പ് ഒരിക്കലും ലീനിയർ റിലേഷൻഷിപ്പ് അല്ല. അത് മനസ്സിലായോ എന്താ പറഞ്ഞത്? നമ്മളുടെ ഏജിന്റെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും എങ്ങനെയായിരിക്കും? ഒരു വയസ്സ് വരെ കൂടി 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 വരും, പിന്നെ അത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ പോകാനാണ് സാധ്യത. ഓക്കെ, അപ്പൊ നമുക്ക് ആക്ച്വൽ ഒബ്സർവേഷൻ ഈ ഒരു എക്സാമ്പിളിൽ ഇത് ഓക്കെയാണ്. പക്ഷെ ആക്ച്വലി നമ്മൾ ഒരു വയസ്സ് തൊട്ട് ഒരു 30 വയസ്സ് വരെ, ഒരു 40 വയസ്സ് വരെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഹൈറ്റ് വെച്ചിട്ടുള്ള റിലേഷൻ ഒരിക്കലും ലീനിയർ ആയിരിക്കത്തില്ല. അപ്പൊ എന്തായിരിക്കും? ഒരു നോൺ ലീനിയർ റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പൊ ആ നോൺ ലീനിയർ റിലേഷൻഷിപ്പ് ആകുമ്പോൾ ഈ പറയുന്ന ലീനിയർ റിഗ്രഷൻ എന്നുള്ളത് മാറ്റി നമ്മൾ എന്ത് ചെയ്യണം? വേറെ റിഗ്രഷൻ ടെക്നിക്സിലോട്ട് പോകണം. ഓക്കെ, ഇത് ചെയ്ത് നോക്കിയായിരുന്നു ആരെങ്കിലും? എനിക്ക് വൈയുടെ കേസിൽ എന്തോ ഇഷ്യൂ പറഞ്ഞു. ഈ വൈ ശരിക്കും ഇതുപോലെ തന്നെ റീഷേപ്പ് ചെയ്യണ്ടേ? വൈ റീഷേപ്പ് ചെയ്യണ്ട. വൈ എപ്പോഴും ഒരു വാല്യൂയിലേക്കല്ലേ നമ്മൾ മാപ്പ് ചെയ്യുന്നത്. ഓ സോറി, ഞാൻ മുകളിലത്തെ വാല്യൂ. പക്ഷെ എനിക്ക് വൈ നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞു. സ്മോൾ വൈയും ക്യാപിറ്റൽ വൈ ആയിരിക്കും. ശരി, ഒരു സ്ഥലത്ത് മാറ്റി. പക്ഷെ ഇങ്ങനെ ഒരു ഇതിൽ നമ്മൾ സൊല്യൂഷൻ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലീനിയർ റിഗ്രഷൻ ഇട്ട തെറ്റല്ല ആക്ച്വലി. പക്ഷെ ഇവിടെ നമുക്കത് ആ നേച്ചർ അറിയാൻ പറ്റുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഒബ്സർവേഷൻ വെച്ചിട്ട് ലീനിയർ റിലേഷൻഷിപ്പ് തന്നെയാണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. കുറച്ചും കൂടി നമുക്ക് ഒബ്സർവേഷൻസ് തന്നിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. ഇതിപ്പോ വെദർ ഏജ് ആൻഡ് ഹൈറ്റ് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുമ്പോഴല്ലേ എടുക്കുന്നത്. മേ ബി സം അതർ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് തരുന്ന ഒബ്സർവേഷൻസ് വെച്ചിട്ടാണ് നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റുക. അതാണ് ഈ എത്ര എക്സാമ്പിൾസ് ഉണ്ടോ അത്രയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് മെഷീൻ ലേണിംഗ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതിന്റെ കാര്യം അതാണ്. പ്ലോട്ട് ചെയ്ത പാർട്ടിലൊക്കെ ഒന്ന് പോയാലും ഓക്കെ.
ഈ ആക്ച്വലി സ്കോർ വെച്ചിട്ടല്ലേ ഇവാലുവേറ്റ് ചെയ്യാന്നുള്ള രീതി പറഞ്ഞത്? അതെ അതെ, സ്കോർ വെച്ചിട്ടാണ് ഇവാലുവേറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. അത് കംപ്ലീറ്റ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 1 ആയിരിക്കും കിട്ടുക. 100% നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നതും ആക്ച്വൽ വാല്യൂസ് തമ്മിൽ ബന്ധം ഉണ്ടെങ്കിൽ അത്. അല്ലെങ്കിൽ ഞാൻ വേറെ രീതി ചോദിച്ചിട്ട്, അപ്പം ഈ സ്കോർ ബേസ് ചെയ്തിട്ടാണോ നമുക്ക് പറയാൻ പറ്റുന്ന ഈ ലീനിയർ റിഗ്രഷൻ ആണ് ഇതിന് ആപ്റ്റ് എന്ന്? ഈ പർട്ടിക്കുലർ അതെ അതെ അതെ, പ്ലോട്ട് ചെയ്ത് നോക്കാം. പ്ലോട്ട് ചെയ്ത് നോക്കുന്ന ഒരു വഴി. പക്ഷെ മൾട്ടിവേരിയറ്റ് ഒക്കെ നമുക്ക് അങ്ങനെ പ്ലോട്ട് ചെയ്യാൻ പറ്റില്ല. 10 ഡയമെൻഷൻ ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് അതിനെ പ്ലോട്ട് ചെയ്ത് നോക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ. സാർ ഈ പ്രഡിക്റ്റിനകത്ത് 2 ലിസ്റ്റ് എന്തിനാ കൊടുത്തേക്കുന്നത്? നമ്മൾ പറയുന്നത് എപ്പോഴും പ്രെഡിക്റ്റ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ മൾട്ടിപ്പിൾ വാല്യൂസ് പ്രെഡിക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയായിരിക്കും. ഒരു വാല്യൂ മാത്രമല്ല. ഇപ്പൊ എനിക്ക് 25ാമത്തെ വയസ്സിലെയും 28ലെയും അങ്ങനെ പല വാല്യൂസ് പ്രെഡിക്റ്റ് ചെയ്യണമെന്നിരിക്കട്ടെ. അപ്പൊ ഈ പ്രെഡിക്റ്റ് ഫംഗ്ഷൻ എക്സ്പെക്ട് ചെയ്യുന്ന എപ്പോഴും അങ്ങനെയാണ്, മൾട്ടിപ്പിൾ വാല്യൂസ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ഒരു ലിസ്റ്റ് വേണം. അതുകൊണ്ടാണ് നമ്മൾ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ട്, രണ്ട് ഇതിലെയും കിട്ടും. കണ്ടോ? ഇത് ഫെയിൽ ആകുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ കാണിച്ചു തരാം. ഫെയിൽ ആകുന്ന സിറ്റുവേഷൻ എന്ന് വെച്ചാൽ സ്ക്രോൾ ചെയ്യട്ടെ മുകളിലോട്ട്, കുഴപ്പമില്ലല്ലോ. സ്ക്രോൾ ചെയ്തു. അതിലിപ്പോ ഈ എക്സ് വാല്യൂസിന് പകരം ഇത് ഞാൻ കമന്റ് ചെയ്യാം. പകരം എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ എടുക്കും. range of 1,100. അത് ക്ലിയർ അല്ലേ? എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 1 തൊട്ട് 100 വരെ. ക്ലിയർ അല്ലേ? വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ array of x plus 5 stars plus 3 4 capital X. ഇത് ക്ലിയർ ആയോ? ഓരോ എക്സും എടുക്കുന്നു, ക്യാപിറ്റൽ എക്സിനകത്തുള്ള ഓരോ എക്സും എടുക്കുന്നു. എന്നിട്ട് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 എന്നുള്ളതാണ് എന്തിനകത്ത് വരുന്നത്? വൈക്കകത്ത് വരുന്നതെങ്കിൽ അതിനെ പ്ലോട്ട് ചെയ്ത് നോക്കി എങ്ങനെയായിരിക്കും വരിക? ഇങ്ങനെ ഒരു കർവല്ലേ വരിക. പക്ഷെ ഒരു നോൺ ലീനിയർ റിലേഷൻഷിപ്പ് ആയില്ലേ? ലീനിയർ അല്ലല്ലോ ഇത് ശരിക്കും. ഇതിനെ നമ്മൾ അഗെയിൻ റൺ ചെയ്ത് കണ്ടോ? ആക്ച്വൽ ഒബ്സർവേഷൻസ് ഇതാണ്. പ്രെഡിക്റ്റ് ചെയ്തത് ഈ ഓറഞ്ചിൽ കാണുന്നുണ്ടോ? ഇത് പക്ഷെ ഫെയിൽ ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി 100 കഴിഞ്ഞിട്ട് കുറച്ചും കൂടി വാല്യൂസ് അങ്ങോട്ട് പോകുമ്പോ ഈ കർവ് എങ്ങോട്ടോട്ട് പോകും? മുകളിലോട്ടല്ലേ പോകത്തുള്ളൂ. ഈ ഓറഞ്ച് ലൈൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ പക്ഷെ അതിന്റെ ആക്യുറസി 94 ആണോ കാണിക്കുന്നത്? അത് ഇത് ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഒബ്സർവേഷൻസ് വെച്ചിട്ടാണ്. നമ്മളിപ്പോ ഈ 100 എന്നുള്ളത് നമ്മൾ 1000 ആക്കിന്ന് വിചാരിച്ചു. ഓക്കെ, കേട്ടോ? വീണ്ടും കുറഞ്ഞു, 94 93 ആയില്ലേ?
പക്ഷെ അല്ല ഇത് പക്ഷെ ബേസ് ചെയ്ത് എടുക്കാൻ പറ്റില്ലല്ലോ. ശരിക്കും ഇപ്പോഴും 90+ എന്ന് പറയുമ്പോൾ ഈ ഇത് ആക്യുറേറ്റ് ആണെന്നുള്ള രീതിയിലല്ലേ, ഈ ലീനിയർ റിഗ്രഷൻ വെച്ച് മുന്നോട്ട് പോകാന്നുള്ള രീതിയിലല്ലേ അത് ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്കിത് ആക്ച്വൽ വാല്യൂസ് ആയിട്ട് പ്ലോട്ട് ചെയ്ത് നോക്കാം. അല്ല നമ്മളിപ്പോ ഗ്രാഫ് ബേസ് ചെയ്ത് തന്നെയാണോ നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മുടെ? അത് അവിടെ നമ്മളൊരു ഇന്റലക്ച്വൽ എന്താണ് ലോജിക് അപ്ലൈ ചെയ്താലേ പറ്റത്തുള്ളൂ. അതെ, ഇതിപ്പോ ഒറ്റ ഫീച്ചർ മാത്രം. ഇപ്പം ഷൈല് പറഞ്ഞ കണക്ക് തന്നെ ഒരു സ്പേസ് ഒക്കെ ആകുമ്പോ നമുക്കത് പറയാൻ പറ്റത്തില്ല. ഈ ഗ്രാഫ് വെച്ചിട്ട് പറയാൻ പറ്റത്തില്ല. അല്ല അപ്പൊ ഏത് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇത് ശരി എന്നുള്ള രീതിയിൽ അത്? അല്ലടാ, ഇതിപ്പോ ഇത് തന്നെ പോളിനോമിയൽ റിഗ്രഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. ഇത് ലീനിയർ അല്ലേ ചെയ്ത, നമ്മൾ ട്രൈ ഔട്ട് ചെയ്യാണ്. അടുത്തത് പോളിനോമിയൽ മാറ്റി ഇത് മാറ്റിയിട്ട് അടുത്തൊരു കാറ്റഗറി ഉണ്ട്. അത് വെച്ച് കഴിഞ്ഞാല് അപ്പൊ പ്യൂർലി ഇത് ഡേറ്റ ബേസ് ചെയ്ത് തന്നെയാണോ ഇതിന്റെ? അതെ, ഡേറ്റനെ ബേസ് ചെയ്ത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ല ഞാൻ അല്ല, അതിനാണ് ശരിക്കും നമുക്ക് എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നത്. അതാണ് ആ ഒരു ഇൻസൈറ്റ് കിട്ടണം. ലീനിയർ റിഗ്രഷന് പകരം സപ്പോർട്ട് വെക്ടർ റിഗ്രഷൻ ഉപയോഗിക്കാൻ ആദ്യം ഇത്രേ ചേഞ്ച് ഉള്ളൂ. കണ്ടോ, അതിന്റെ ഇമ്പോർട്ട് ചെയ്യുക, അതിന് ആ മറ്റേ ലീനിയർ റിഗ്രഷന്റെ ഒബ്ജക്ട് ഉണ്ടാക്കിയതിന് പകരം സപ്പോർട്ട് വെക്ടർ റിഗ്രഷന്റെ ഒബ്ജക്ട് ഉണ്ടാക്കുക. ബാക്കി എല്ലാം സെയിം ആണ്. കണ്ട, അതായത് നമുക്ക് ഫിറ്റ് ചെയ്ത് വന്ന കർവും ഒരു പോളിനോമിയൽ ആയിട്ട് മാറുന്നുണ്ട. ഇവിടെ നമുക്ക് ലീനിയർ ആയിട്ടല്ലേ പോയിക്കൊണ്ടിരുന്നേ. ഇത് തന്നെ ഡിഗ്രി കണ്ടോ, ഇത് മനസ്സിലായോ നേച്ചർ? പക്ഷെ നേച്ചർ എനിക്ക് മനസ്സിലായി. എന്താന്ന് വെച്ചാല് ഇതെങ്ങനെ നമ്മൾ ഇതാണ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഇപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് അക്യുറസി നോക്കി, ഇവിടെ 93 അല്ലായിരുന്നു. ഇവിടെ വന്നപ്പോ അക്യുറസി നോക്കി 96 ആയി. അപ്പോ ലീനിയർ മോഡലിനേക്കാൾ ബെറ്റർ SVC ആണ്. മനസ്സിലായി? ഇത് എപ്പോഴും മെഷീൻ ലേണിംഗിനകത്ത് എപ്പോഴും ഞാൻ പറഞ്ഞേ, നമ്മള് ഡിഫറെന്റ് മെത്തേഡ്സ്, ഡിഫറെന്റ് ഡാറ്റയ്ക്ക് പല മെത്തേഡുകൾ അപ്ലൈ ചെയ്ത് കറക്റ്റ് ആക്കി കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ ഇന്നതായിരിക്കും ബെറ്റർ എന്ന് നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റത്തില്ല. ആ അൺസർട്ടനിറ്റി ഡാറ്റയ്ക്കകത്ത് ഉള്ളിടത്തോളം ആ മോഡൽ സെലക്ട് ചെയ്യുന്നതിനകത്ത് അൺസർട്ടനിറ്റി ഉണ്ടാവും. അപ്പൊ അതായത് മാക്സിമം 1ലേക്ക് അടുത്ത് നിൽക്കുക എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്ത് വരുമ്പോൾ. അതെ, 1ലേക്ക് അടുത്ത് വരിക എന്നുള്ളതാണ് ശരിക്കും നല്ല മെത്തേഡ് എന്ന് പറയുന്നത്. ഈ പാരാമീറ്റേഴ്സ് എല്ലാം മാറ്റുന്നത്, പല പാരാമീറ്റേഴ്സ് മാറ്റുമ്പോൾ ഈ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. ഈ പറയുന്ന സി എപ്സിലോൺ എന്നൊക്കെ പറയുന്നില്ലേ, ഇതെല്ലാം മാറുന്നതനുസരിച്ച് ഇവിടെ നമുക്ക് ലീനിയർ വേണമെങ്കിൽ കൊണ്ടുവരാം. അപ്പൊ നമുക്ക് ഒരു ലൈൻ തന്നെ കിട്ടത്തുള്ളൂ. ഇതിന്റെ അതേ ബിഹേവിയർ ആയിരിക്കും ഇതിന് വരിക.
പക്ഷെ അത് പോളിനോമിയൽ റിഗ്രഷൻ ആവുമ്പോഴാണ് അല്ല പക്ഷെ അവിടെയും ഡേറ്റ മറ്റേ നമ്മുടെ ഡേറ്റയുടെ റേഞ്ചും ബേസ് ചെയ്തിരിക്കത്തില്ല നമ്മള് അതിനെയും ബേസ് ചെയ്തിട്ടില്ല. ഇത് 1ലേക്ക് എളുപ്പം എത്തില്ലേ? അതെ അതെ. ഇപ്പൊ നമുക്ക് ഇതിപ്പോ നമ്മൾ ചെറിയ എക്സാമ്പിൾ നമ്മളായിട്ട് ഉണ്ടാക്കുന്നല്ലേ ഇപ്പൊ ആക്ച്വൽ ഞാനിപ്പോ ഒരു ഇത് ഏകദേശം മനസ്സിലായെങ്കിൽ നമുക്ക് ഡാറ്റ സെറ്റ് വെച്ചിട്ടും കൂടി പോകാം. ആരെങ്കിലും ചെയ്യാൻ പറ്റിയോ? ഇൻപുട്ട് ഒന്ന് കാണിക്കുമോ? ഇൻപുട്ട് ചെയ്തിരിക്കുന്നത് ഏതിന്റെ? അല്ല അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം. അത് അങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ എക്സാമ്പിളിന് വേണ്ടിട്ട് സർ ഇതിപ്പോ ക്ലാസിഫിക്കേഷനകത്ത് വരുവാണെങ്കിൽ ക്ലാസിഫിക്കേഷന്റെ ഡിഫറെന്റ് അൽഗോരിതം വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അതെ അതെ അതെ. ഇത് ക്ലാസിഫിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കാരണം ഇല്ല, y എന്ന് പറയുന്നത് ഡെഫിനിറ്റ് സെറ്റ് ഓഫ് ക്ലാസ്സുകളല്ല, ഇനി റിയൽ വാല്യൂ വരുന്നുണ്ട്. അതുകൊണ്ട് അത് ക്ലാസിഫിക്കേഷൻ പറ്റത്തില്ല, നമുക്ക് റിഗ്രഷൻ തന്നെ ചെയ്തേ പറ്റുള്ളൂ. അല്ല ഞാൻ ചോദിക്കുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്ന ക്ലാസിഫിക്കേഷനിലാണെങ്കിൽ ക്ലാസിഫിക്കേഷനിലെ പല അൽഗോരിതംസ് അത് തന്നെ ചെയ്യേണ്ടി വരും. നമ്മൾ പല പല മെത്തേഡുകൾ അപ്ലൈ ചെയ്ത് ഏതാണ് നല്ലത് എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ. നമുക്കൊരു റിയൽ സിറ്റുവേഷൻ നോക്കാം. റിഗ്രഷൻ ഡാറ്റ സെറ്റ് പല CAD എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. ഇതുണ്ടോ പല 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 ഇത് കണ്ടോ ഡാറ്റ സെറ്റുകളാണ് ഇതെല്ലാം. ഇതിനകത്ത് കോൺക്രീറ്റ് കംപ്രഷൻ സ്ട്രെങ്ത്, ഇതിനകത്ത് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. 1030 ഡാറ്റ പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, അതിനകത്ത് 9 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അവസാനം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് കോൺക്രീറ്റിന്റെ കംപ്രഷൻ സ്ട്രെങ്ത് ആയിരിക്കും. ഓക്കെ, കംപ്രഷൻ സ്ട്രെങ്ത് ആയിരിക്കും നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുക. അതായത് ഈ പ്രോബ്ലം എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺക്രീറ്റ് ഉണ്ടാക്കാൻ നമ്മൾ പലതരത്തിലുള്ള കമ്പൗണ്ട് എടുക്കുമല്ലോ. ഇപ്പൊ സിമെന്റ്, വാട്ടർ, അതിനകത്ത് അഗ്രിഗേറ്റ്, അങ്ങനെ പല പല സാധനങ്ങൾ എടുക്കുമല്ലോ. അതെടുക്കുമ്പോഴത്തേക്ക് ഇതിന്റെ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഇതിന്റെ പ്രപ്പോർഷൻ അനുസരിച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റുമോ, അതിന്റെ കംപ്രഷൻ സ്ട്രെങ്ത് എത്രയാണെന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ പ്രോബ്ലം. ശരിക്കും ഇപ്പൊ അങ്ങനെ ഇല്ല. സിവിൽ എഞ്ചിനീയേഴ്സ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്രഷൻ സ്ട്രെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ അവർ ഈ പറയുന്ന പ്രപ്പോർഷൻ ഒക്കെ ഉണ്ടാക്കി ഒരു 28 ദിവസം അതിനെ വെച്ചിട്ട് ഒരു മെഷീൻ വെച്ചിട്ട് എത്ര സ്ട്രെങ്ത് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക നമ്മൾ ചെയ്യുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഓവർ ഹെഡ് അല്ലേ. നമുക്ക് ഈ പറയുന്ന ഇൻപുട്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കി സ്ട്രെങ്ത് പ്രിഡിക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഇത് സംശയമല്ലേ, ഒന്ന് ഡിസ്കഷൻ മോഡിലേക്ക് വാട്ടാ, അല്ലെന്നുണ്ടെങ്കിൽ സംശയമില്ല, ക്ലിയർ ആണ്, ഓൾ ക്ലിയർ. ക്ലിയർ ആണ്. ഇതാണ് നമ്മളുടെ ഡേറ്റ എന്ന് പറയുന്നത്. കണ്ടോ, ക്ലിയർ ആയോ? ഇത് പല കമ്പണൻസ് ആണ്. ഓക്കെ, ഇത് സിമെന്റിന്റെ റേഷ്യോ, ബ്ലാസ്റ്റിന്റെ റേഷ്യോ, സ്ലാഗിന്റെ റേഷ്യോ, ഫ്ലൈ ആഷിന്റെ റേഷ്യോ, വാട്ടറിന്റെ റേഷ്യോ, സൂപ്പർ പ്ലാസ്റ്റർ, ക്രോസ് സർട്ടിഫിക്കറ്റ്. നമ്മുടെ ചരലല്ലേ, ചരലാണ് ക്രോസ് സർട്ടിഫിക്കറ്റ്. അല്ല, ക്രോസ് സർട്ടിഫിക്കറ്റ് മറ്റേ കല്ല്, മെറ്റല്, ഫൈനറ്റ് സർട്ടിഫിക്കറ്റ്, ചരല്, എത്ര ദിവസം നമ്മളിത് കീപ്പ് ചെയ്യുന്നു, അതെല്ലാം കഴിഞ്ഞിട്ട് എത്രയാണ് നമുക്ക് കംപ്രഷൻ സ്ട്രെങ്ത് കിട്ടിയെന്നുള്ളതാണ് അവർ പറയുന്നത്. ക്ലിയർ ആയോ?
അതെ അതെ ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. അപ്പൊ നമ്മൾ ഇതിനെ ലോഡ് ചെയ്തിട്ട് ഇതെല്ലാം ഫീച്ചേഴ്സ് ആയിട്ട് ഇത്രയും വാല്യൂസ് എന്ത് ചെയ്തെടുക്കുന്നു, ഫീച്ചറുകളാക്കി എടുക്കുന്നു. ഓക്കെ. എന്നിട്ട് ഇതാണ് പ്രിഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഏതാ? ഈ കംപ്രഷൻ സ്ട്രെങ്ത് എന്നുള്ളതാണ് പ്രിഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇതിനെ ഞാൻ എനിക്ക് ഇതിപ്പോ എക്സൽ ഫയലാ. നമ്മൾ എപ്പോഴും ഒരു CSV ഫയൽ ഉണ്ട്, കോമ സെപ്പറേറ്റഡ് വാല്യൂസ് എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ റോയും ഓരോ ഡാറ്റയും ഓരോ റോ ആയിരിക്കും. ആ റോയിലെ ഓരോ വാല്യൂ കോമ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. അപ്പൊ ആ ഒരു CSV ഫയലായിട്ട് ഞാൻ സേവ് ചെയ്യാൻ പോവാ. വേണമെങ്കിൽ മതി ഇങ്ങനെ തന്നെ ഇത് ഡയറക്റ്റ് ചെയ്ത് തന്നെ ലോഡ് ചെയ്യിക്കാം കേട്ടോ. ഞാനിപ്പോ ഒന്ന് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന CSV ആയതുകൊണ്ട് CSV ആയിട്ട് ഒന്ന് സേവ് ചെയ്യാൻ പോകുന്നത്. CSV ഡെസ്ക്ടോപ്പില് എന്റെ ഡാറ്റ റെഡി ആയിട്ടുണ്ടാവും. ഡാറ്റ CSV ഫയൽ account.csv. ഇത് നമുക്ക് നോട്ട് പാഡിൽ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. ഓരോ ഡാറ്റയും എന്താണ്, ഓരോ റോയിലായിരിക്കും, ഓരോ ലൈനിലായിരിക്കും. ആ ഓരോന്നിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, കോമ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടാവും. ക്ലിയർ ആയ? ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. അപ്പൊ അതിന്റെ ഹെഡിങ്സ് ആണ് ഇത്. ആ ഹെഡിങ്സ് നമ്മൾ ബോധർ ചെയ്തിലേക്ക് സാധില്ല. അപ്പൊ ഈ ഡാറ്റ നമുക്ക് എങ്ങനെ ലോഡ് ചെയ്യിച്ച് നമുക്ക് ഈ റിഗ്രഷൻ ചെയ്യാന്ന് നോക്കാം. അത് ഇതിൽ ഞാൻ വരുന്നു. അപ്പൊ ഫസ്റ്റ് എനിക്ക് ചെയ്യുന്നത്, ഇതിന് പല ഫേസസ് ആണ്. ഒന്ന്, നമ്മൾ എന്ത് ചെയ്യുന്നു, ഡാറ്റ ലോഡ് ചെയ്തെടുക്കുന്നു. ഡാറ്റ പ്രിപ്പയർ ചെയ്ത് നമുക്ക് കിട്ടി. ഇതിനു മുമ്പ് നമുക്കിപ്പോ നമ്മൾ എക്സ്പെരിമെന്റലൊക്കെ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഡാറ്റയും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കളക്ട് ചെയ്തെടുക്കേണ്ടി വരും. ഇപ്പൊ നമുക്ക് ഡാറ്റ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, പുതിയൊരു നോട്ട് ചെയ്യാം. അപ്പൊ ആ ഡാറ്റ ലോഡ് ചെയ്യിക്കുക. ആ ഡാറ്റ പ്രോസസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ SQLും മാത്പ്ലോട്ലിബും NumPy ഒക്കെ പറഞ്ഞ പോലെ ഇവിടെ ഒരു പാക്കേജ് ഉണ്ട്. പാക്കേജിന്റെ പേര് പാണ്ടാസ് എന്നാണ്. പാണ്ടാസ് ആസ് പി കാണാലോ അല്ലെ? ഇമ്പോർട്ട് പാണ്ടാസ് ആസ് PD, then data equal to PD dot read CSV. എന്നിട്ട് ആ CSV ഫയലിന്റെ പാത്ത് കൊടുക്കുക. നമ്മുടെ ഫയലിന്റെ പാത്ത് എന്ന് പറഞ്ഞാൽ അത് കിട്ടാൻ എളുപ്പ വഴി എന്ന് വെച്ചാൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഇൻപുട്ട് ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെക്യൂരിറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാത്ത് കിട്ടും. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഏത് ഫോൾഡറിലാണെന്ന് നോക്കിയാൽ മതി. എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞത്. എന്റെ പാത്ത് കിട്ടാൻ വേണ്ടി പാത്ത് എടുക്കുന്നു. ആ പാത്ത് ഞാൻ ഇവിടെ ഇൻപുട്ട് ആയിട്ട് കൊടുത്തു. ഓക്കെ, സ്ലാഷ് ശ്രദ്ധിച്ചോണം. ഈ സ്ലാഷ് അല്ല, ബാക്ക് സ്ലാഷ് ആണ് പാത്തിന് വേണ്ടത്.
ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫയൽ users user desktop കോൺക്രീറ്റിന്റെ സ്പെല്ലിംഗ്. ഓക്കെ, നമ്മളത് ലോഡായി കണ്ടോ? എന്റെ ഡാറ്റ ലോഡായില്ലേ? ഓക്കെ, അപ്പോ ഇത് നമുക്ക് ഇതാണ് ഇതിന്റെ എക്സ് വാല്യൂസ്. 1 2 3 4 5 6 7 8 ഫാക്ടേഴ്സ് ഉണ്ട്. 9ാമത്തെ നമ്മുടെ വൈ വാല്യൂ. അപ്പൊ നമുക്ക് ഇതിനെ എക്സും വൈയും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, ഇവിടെയാണ് നമുക്ക് ആ സ്ലൈസിങ്ങിന്റെ ഒക്കെ ഉപയോഗം വരിക. അതുപോലെ പാണ്ടാസ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ ഡാറ്റ ഉണ്ടല്ലോ, അതിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് പ്രിന്റ് ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമ്പയർ ഒന്നുമല്ല, അതിന്റെ പേര് പാണ്ടാസ് ഡാറ്റ ഫ്രെയിം എന്നാണ്. ഓക്കെ അല്ലേ? പാണ്ടാസ് ഡാറ്റ ഫ്രെയിം. ഡാറ്റ ഫ്രെയിമിൽ റോസും കോളംസും ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിനെ നമുക്ക് നമ്പയർ ആക്കിങ് എടുക്കാൻ പറ്റും. അതിനു വേണ്ടി എക്സ് ഇസ് ഈക്വൽ ടു ഡാറ്റ ഡോട്ട് iloc എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. iloc ഇൻഡെക്സ് ലൊക്കേഷൻ ഉദ്ദേശിക്കുന്നത് iloc ഓഫ് ആദ്യത്തെ കോളം ഉദ്ദേശിക്കുന്നത് എന്താണ്? വി ഹാവ് ടു ടേക്ക് എൻറ്റയർ റോസ്, എല്ലാ റോസും നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കോളം. ഇനി കോളംസ് എടുക്കുമ്പോൾ എവിടെ വരെ എടുത്താൽ മതി? ലാസ്റ്റ് കോളം ഒഴികെയുള്ളത് എടുത്താൽ പോരെ. അപ്പൊ എന്ത് വരും? കോളം -1. ക്ലിയർ അല്ലേ? ഇനി വൈയുടെ കേസ് ആകുമ്പോഴോ എല്ലാ റോസും എടുക്കണം. ഓക്കെ, ലാസ്റ്റ് റോ മാത്രം എടുത്താൽ മതിയല്ലോ. അപ്പൊ -1 കോളം. ഓക്കെ, അപ്പൊ ഇത് നമ്പയർ ആയിട്ട് കിട്ടാൻ ഡോട്ട് വാല്യൂസ് എന്നും കൂടെ കൊടുക്കാം. ഡോട്ട് വാല്യൂസ്. ഓക്കെ, ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രിന്റ് എക്സും പ്രിന്റ് വൈയും നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ആ ഡേയ്സ് വരെയുള്ള വാല്യൂസ് നമുക്ക് എക്സ് എന്ന് പറയുന്ന അറേക്കകത്ത് കിട്ടും. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞ് വൈ എല്ലാം, ആ കംപ്രഷൻ സ്ട്രെങ്ത് എല്ലാം വൈ ആയിട്ട് കിട്ടും. ക്ലിയർ അല്ലേ? ഞാൻ ചാറ്റിലോട്ട് ഈ ഫയൽ ഇട്ടേക്കാവേ. ഫയൽ സെൻഡ് ചെയ്യാൻ പറ്റുമോ ചാറ്റിലോട്ട്? ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ പാത്ത് ഡൗൺലോഡ് ചെയ്ത പാത്തിട്ടാണ്. ഇതിനകത്ത് ആ കോൺക്രീറ്റ് ഡാറ്റ ഡോട്ട് XLS എന്നുള്ള എടുത്താൽ മതി. പാത്തിട്ടുണ്ട്. ഒന്ന് ഇപ്പൊ തന്നെ ഒന്ന് ഡൗൺലോഡ് ചെയ്തോളൂ. ഈ CSV ഫോർമാറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ? അല്ല, ഡയറക്റ്റ് XLS കൊടുത്താലും എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. CSV ആക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമുക്ക് കിട്ടുന്നത് എപ്പോഴും CSV ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ അല്ലേ? എക്സും വൈ ആയി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബാക്കി നേരത്തെ ചെയ്ത അതേ പ്രോസസ്സേ ഉള്ളൂ. എന്ത് ചെയ്യാ? ലീനിയർ റിഗ്രഷനോ മറ്റു മോഡൽസോ ഒക്കെ അപ്ലൈ ചെയ്ത് ഇവിടെ
ശരി. ഇവിടെ ഈ പ്ലോട്ട് ചെയ്യുന്നത് y വാല്യൂസ് മാത്രം പ്ലോട്ട് ചെയ്ത് നോക്കിയാൽ മതി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ് മൾട്ടിപ്പിൾ എക്സ് ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് ആ 2D പ്ലെയിനിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിൽ ആ ബ്ലൂ കളർ കാണുന്നതാണ് ആക്ച്വൽ ഒബ്സർവേഷൻ. നമ്മളുടെ ഗ്രീൻ ഇത് കാണുന്നത് ഓറഞ്ച് കളർ കാണുന്നതാണ് പ്രെഡിക്റ്റഡ് ഒബ്സർവേഷൻ. ചെയ്ത് നോക്കിക്കോളൂ. പ്രീവിയസ് ഇത് കാണിക്കും ശരി, ഏതാണ് പ്രീവിയസ് പൈത്തൺ ഫയൽ കാണിക്കുക ഒരു കാര്യം. അവിടെ നിൽക്കാണ്, അവിടെ നിന്ന് പോയി. ഓക്കെ മാറ്റിക്കോ, താങ്ക്സ്. ഇത് തന്നെ നമുക്ക് എക്സാക്ട്ലി മറ്റേ ഇത് വെച്ചിട്ട് നോക്കാം. സപ്പോർട്ട് മെത്തേഡ് ഇത് ഓരോന്നും കണ്ടോ, ഇത് കണ്ടോ, ഇവിടെ 61 അക്യുറസി ഉള്ളൂ. ഓക്കെ, ഇവിടെ വന്നിട്ട് 59 ഉള്ളൂ. കണ്ടോ? അല്ല അപ്പൊ ഇതൊക്കെ ഈ ലീനിയർ ഇതിന് ചൂസ് ചെയ്യാൻ പറ്റുമോ ആക്ച്വലി? അപ്പം ഇത് അല്ല, നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. പിന്നെ പാരാമീറ്റേഴ്സ് ഒക്കെ, ഇതിന്റെ പാരാമീറ്റേഴ്സ് ഒക്കെ മാറ്റിയൊക്കെ നോക്കാൻ പറ്റും. ഇത് മനസ്സിലായില്ല. സിയും അതൊക്കെ ഇതൊക്കെ ഒരു ട്യൂണിംഗ് പാരാമീറ്റേഴ്സ്, അതായത് SVRന്റെ മോഡൽ ഉണ്ടാക്കുന്ന കമ്പ്യൂട്ടേഷനെ അഫക്ട് ചെയ്യുന്ന കുറച്ച് പാരാമീറ്റേഴ്സ് ആണ്. ഇതൊക്കെ നമുക്ക് ഇവരുടെ ഇതിനകത്ത് കയറി കഴിഞ്ഞാല് ഇവിടെ ഇതിന്റെ ഓരോ പാരാമീറ്റേഴ്സ് ഉണ്ട് കേട്ടോ. സിയുടെ വാല്യൂ മാക്സിമം 1 ആവാം, എത്ര വരെ ആവാം എന്നുള്ളതൊക്കെ പറഞ്ഞു. അത് വെച്ചിട്ട് എന്ത് ചെയ്ത് നോക്കുക, മാറ്റി ഇതിന് തന്നെ. അല്ല ശരിക്കും ആക്ച്വലി ഇപ്പൊ ഇപ്പോഴത്തെ രീതിക്ക് ഇത് രണ്ടും ചൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മള് 96 അത്രയെങ്കിലും വേണ്ട ആക്യുറസി. നമ്മള് വേറെയും മെത്തേഡുകളുണ്ട്, വേറെയും റിഗ്രഷൻ ടെക്നിക്സ് ഉണ്ട്, അതും കൂടെ ഒക്കെ അപ്ലൈ ചെയ്ത് നോക്കണം. അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു രീതിക്ക് ഇത് നമുക്ക് ചൂസ് ചെയ്ത് ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. പറ്റത്തില്ല. ലോഡ് ചെയ്ത പാട്ടൊന്ന് എഴുതിക്കോട്ടെ. നമുക്ക് ഇതിനകത്ത് ചെറിയൊരു റിഫൈൻമെന്റ് വേണമെങ്കിൽ ഒന്ന് വരുത്താം. ഞാൻ ഇവിടെ കുറെ ദിവസങ്ങളുണ്ട്. ഈ നമ്പർ ഓഫ് ഡേയ്സ് ഇല്ലേ,
ആ നമ്പർ ഓഫ് ഡേയ്സ് 28, 108 അങ്ങനെ പല പല ഡേയ്സ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അതൊന്ന് ഫിക്സ് ചെയ്യാം. 28 ദിവസത്തിലേക്കുള്ള എക്സ്പെരിമെന്റ്സിന്റെ മാത്രം എടുത്തിട്ട് നമുക്കിത് വേണമെങ്കിൽ റിഗ്രഷൻ ചെയ്ത് നോക്കാം. ബാക്കിയുള്ള ഡേയ്സ്, ബാക്കിയുള്ള കമ്പോണൻസ് മാറിക്കോട്ടെ. ഈ നമ്പർ ഓഫ് ഡേയ്സ് ഇല്ലേ, ഞാൻ പറഞ്ഞില്ല, ഈ കോൺക്രീറ്റ് ഉണ്ടാക്കി ഇത്ര ദിവസം വെച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഇവര് സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അത് തന്നെ പലതുണ്ട് ഇതിനകത്ത്. അപ്പൊ അത് ആ 28 ദിവസത്തിന്റെ മാത്രം ഒന്ന് വേണമെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ എടുക്കാനായിട്ട് നമുക്കൊരു വഴിയുണ്ട്. നോക്കാം. ഞാൻ ആ ലാസ്റ്റ് കോളത്തിന്റെ പേര്, ഇങ്ങനെ വലിയൊരു പേരാണ് കിടക്കുന്നത്, അതൊന്ന് ജസ്റ്റ് മാറ്റിയിട്ട് ഇതിന്റെ പേര് ജസ്റ്റ് ഒന്ന് ആക്സസ് ചെയ്യാൻ എളുപ്പത്തിൽ. എക്സെൽഎസ് ഒക്കെ റീഡ് ചെയ്യാൻ പറ്റുമോ? റീഡ് പക്ഷെ അത് അല്ല, റീഡ് CSV വെച്ച് തന്നെ XLS റീഡ് ചെയ്യാം. കംപ്രഷൻസ് ഞാൻ CS എന്ന് മാത്രം കൊടുക്കാറ്. അങ്ങനെ കൊടുത്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നോക്കി ഈ ഡേറ്റ റീഡ് ചെയ്തതിന് ശേഷം ഡേറ്റ ഈക്വൽ ടു ഡേറ്റ ഓഫ് ഡേറ്റ CS കംപ്രഷൻസ് age equal to 28 particularly എന്നാണ് നമുക്ക് എടുക്കാം. എടുത്ത് നമ്മള് കണ്ടോ, ഇവിടെ വന്നിരിക്കുന്ന ഏജുകൾ കണ്ടോ, 28 ദിവസത്തിന്റെ മാത്രം ഡാറ്റ എടുത്തിട്ടുണ്ട്. 28 ദിവസത്തിന്റെ മാത്രം എടുത്തപ്പോ അക്യുറസി കൂടിയത് കണ്ടോ. ബാക്കിയുള്ളത് നോയിസ് ആയിരുന്നു, 77% ആയി.